എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലിഫ്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നുള്ള കാര്യം പറയാം. ഈ ഒരു കൺട്രോളർ ആണ് ഈ കാണുന്നത്. ഇത് 1985 പണിയെടുത്ത പ്രായമുണ്ട് ഈ ലിഫ്റ്റിന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലിഫ്റ്റിന്റെ വിശേഷം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈപ്പ് ഓഫ് കൺട്രോളർ ഇന്ന് കാണാൻ വളരെ ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലിഫ്റ്റ് ടെക്നീഷ്യന്മാരുടെ ഇടയ്ക്ക് ഈ ടൈപ്പ് കൺട്രോളർ അല്ലാതെ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെന്താണ് സംഭവം എന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. ആ ഒരു പഴയ ഒരു സീനിയറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം, പക്ഷെ പുതുതായിട്ട് വന്ന ജനറേഷൻ അറിയാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് എലിവേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനലുണ്ട്. ഞാൻ ലിങ്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലിഫ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇതിന്റെ ആ ഒരു 3 ഫേസ് വരുന്ന ഒരു യൂണിറ്റ്. കാരണം ആ ഒരു പഴയ ഒരു ടെക്നോളജിയുടെ പഴയ ഒരു സെറ്റപ്പിലാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ വലിയ രീതിയിലുള്ള കമന്റ് വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സേഫ്റ്റി കുറവ് തന്നെയാണ്. ഇത് നമ്മൾ മൊത്തം പൊടിച്ച് പുതിയത് പണിയാൻ പോവുകയാണ്. ഈ ലിഫ്റ്റുകളല്ല, 3 ലിഫ്റ്റ് ഉണ്ട്. 3 ലിഫ്റ്റും പൊടിച്ച് നമ്മൾ പുതിയ ലിഫ്റ്റ് ആക്കാൻ പോവുകയാണ്. ആ പൊളിക്കുന്നതിന് മുന്നേ എന്തായാലും ഇതിന്റെ വിശേഷങ്ങൾ പറയണം. കാരണം ഇനി ഇങ്ങനെയുള്ള ഒരു കൺട്രോളർ എനിക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ കൺട്രോളറിനെ അങ്ങോട്ട് പോകാല്ലേ. ഇനി ഈ ലിഫ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവുമല്ലേ. ലിഫ്റ്റ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യാറുണ്ട്, ലിഫ്റ്റ് അവിടെ വന്ന് നിൽക്കും. പുതിയ മോഡൽ ലിഫ്റ്റ് ഒക്കെ ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ലിഫ്റ്റ് വർക്ക് ആവുന്നത്, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ ശരിക്കും ഈ ഒരു കൺട്രോളർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഒരു പുതിയ ടെക്നോളജിയിൽ ലിഫ്റ്റ് ഒരു ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത്, നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യാൻ വന്ന് നിൽക്കുന്നു എന്നുള്ളതുണ്ടല്ലോ. ഈ ഒരു പഴയ ടെക്നോളജിയിൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു കൺട്രോൾ സിസ്റ്റം വർക്ക് ആവുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങൾ മേലോട്ട് കാണിച്ച് ഈ ഒരു റോപ്പിംഗ് കണ്ടോ, ഈ ഒരു യൂണിറ്റ് വർക്കാവുന്നത്, ഈ ഒരു മൊത്തം യൂണിറ്റ് വർക്കാവുന്നത് ഈ ഒരു റോപ്പിംഗ് ലിഫ്റ്റ് വർക്കാവുന്ന സമയത്ത് അതിന്റെ ക്യാബിനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ആ ക്യാബിൻ വർക്ക് മൂവ് ആവുന്നതിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ആവും. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു മിനിറ്റ്. കാരണം ജസ്റ്റ് ഒന്ന് കോൾ കൊടുക്കാമോ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ആവുന്നതിനനുസരിച്ചാണ് ഇതിന്റെ സ്വിച്ചിങ് മൊത്തം വരുന്നത്. ഈ സ്വിച്ചിങ് വഴിക്കാണ് ലിഫ്റ്റ് ഡോറിൽ നിൽക്കുന്നതും ഡോർ ഓപ്പൺ ആവുന്നതല്ല. ഇതിനായി നമ്മൾ പറയുന്നത് സെലക്ടർ യൂണിറ്റ് എന്നാണ് പറയുന്നത്. സെലക്ടർ യൂണിറ്റ് ഒരു 1985 ആ കാലഘട്ടങ്ങളിലുള്ള ലിഫ്റ്റുകൾക്കെല്ലാം ഈ ഒരു യൂണിറ്റ് ആണ്. പക്ഷെ ഈ ഒരു കൺട്രോളിന് കുറച്ചുകൂടെ പ്രത്യേകതയുണ്ട്. ഇതൊരു സെർവോ ഡ്രൈവ് ആണ്. സെർവോ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു കോള് അറ്റൻഡ് ആക്കി കഴിഞ്ഞാൽ ഈ റോപ്പിന്റെ സഹായത്തോടെ ഇത് മൂവ് ആവാൻ തുടങ്ങും. മൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നോക്കി അറിയാൻ പറ്റും. ഇവിടെ ചെറിയ ചെറിയ സ്വിച്ചസ് ഉണ്ട്. ഇതെല്ലാം മൾട്ടിപർപ്പസ് സ്വിച്ചുകളാണ്. ഫ്ലോറിൽ നിൽക്കുക, ഡോർ ഓപ്പൺ ആവുക, അതോടൊപ്പം തന്നെ ഫ്ലോർ ഇൻഡിക്കേഷൻ കാണിക്കുക, ഇതെല്ലാം ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഹോൾ യൂണിറ്റ് ആണ്. ഇപ്പോ പുതിയ ടെക്നോളജി വരുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ PCBയിലേക്ക് മാറി, ഒരു മദർ ബോർഡിലേക്ക് മാറി, വളരെ നാനോ ഒരു ചെറിയ കൺട്രോളറാക്കി മാറിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഒരു ശരിക്കും ആ ഒരു സമയത്തൊക്കെ ഫ്ലോറ് അത് നിൽക്കാനും അതുപോലെ ഡോർ ഓപ്പൺ ആവാനും അതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്ന കുഞ്ഞു റിലീസ് ഉണ്ട്. നമ്മൾ താഴെ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഒരു 2 കോൾ കൊണ്ടുവിടാം താഴേക്ക്. നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള റിലേ ഹോൾഡ് ആവുന്നു. റിലേ ഹോൾഡ് ആയതിനു ശേഷം ലിഫ്റ്റ് ആ ഒരു കമന്റ് സ്വീകരിച്ച് ലിഫ്റ്റ് വർക്കാവാൻ തുടങ്ങും. ഇനി ലിഫ്റ്റ് വർക്കാവുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. ഈ ഒരു യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ഒരു സിസ്റ്റമാണ്. നമുക്ക് അവിടുന്ന് കോള് കിട്ടി കോൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലിഫ്റ്റ് വർക്കാവാൻ തുടങ്ങും. ലിഫ്റ്റ് വർക്കായി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ മോട്ടറാണ് വർക്കാവുന്നത്. അവിടെ കോള് കിട്ടിക്കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആയി, ഡോർ ക്ലോസ് ആയി. ഇതാണ് ലിഫ്റ്റ് മെഷീൻ. ഇരിക്കുന്ന സാധനം കേട്ടോ, ഇതൊരു ടാക്കോമീറ്റർ ആണ്. ടാക്കോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും സപ്ലൈ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഡൈനോമോ വെച്ച് വരുന്നതാണ്. അതായത് എൻകോഡർ എന്ന് പറയും. പുതിയ ടെക്നോളജിയിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇത് ആ ഒരു ടൈമിൽ ഈ ഒരു യൂണിറ്റ് ഉണ്ട്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് IGBT ആണ്. IGBT എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ടെക്നോളജിയിലും IGBT യൂണിറ്റുകൾ വരുന്നുണ്ട്. ഇതൊരു പഴയ ടെക്നോളജിയാണ്. ഇതിനകത്ത് അവർ IGBT വെച്ചിട്ടാണ് ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ലിഫ്റ്റ് ഫ്ലോറിൽ നിൽക്കുമ്പോഴും അതുപോലെ എടുക്കുമ്പോഴുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ IGBT വഴിയാണ്. ഈ IGBT കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ വരും വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ അതിനുള്ള സമയമില്ല.
ഈ മെയിൻ കോൺട്രാക്ടേഴ്സ് ആണ്, ഈ 3 മെയിൻ കോൺട്രാക്ടറാണ് ലിഫ്റ്റിന് അപ്പ് ഡൗൺ പോകാനായിട്ട് സഹായിക്കുന്നത്. അതായത് 3 ഫേസ് മോട്ടറുകൾ സപ്ലൈ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് അപ്പ് ഡൗൺ പോകുന്നത്. ഈ ലിഫ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. മൊത്തത്തിൽ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ ഒരു സെർവോ ഡ്രൈവ്, ഒപ്പം സെലക്ടർ കാർഡ്, പിന്നെ ഈ ടാക്കോമീറ്റർ, ഇത്രയുമാണ് ഈ ലിഫ്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ത് ചെറിയ പ്രശ്നം വന്നാലും ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാലം കഴിഞ്ഞതിന്റെ ഇനി ഇത് പൊളിച്ച് നമ്മൾ ഈ കാണുന്ന മെഷീനാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ റോപ്പ് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ മൊത്തം ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഒരു കൺട്രോളർ നമ്മൾ മൊത്തം പൊളിച്ച് പണിയാൻ പോകണം. ഫസ്റ്റ് 3 പണി പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൺട്രോളറാണ്. സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ്റ്റി ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ട്, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മളിപ്പോ ഈ ഒരു ലെവലിൽ ഇരിക്കുന്നത്. മറ്റേ ഗ്ലൗസും ഹെൽമെറ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്തായാലും സേഫ്റ്റി ആയിട്ട് തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ വരും വീഡിയോയിൽ കാണാം. ഇത് മൊത്തം പൊളിച്ച് പുതുതായിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോസും വരുന്ന വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. എന്റെ കൂടെ എല്ലാവരും ഉണ്ടോ? നിജോ ഉണ്ട്, ഇതാണ് നമ്മുടെ മെയിൻ ടെക്നീഷ്യൻ. പിന്നെ വീഡിയോ എടുക്കുന്നത് സ്വരൂപ്. ഇനിയുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം.